ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ ഖാതമിൻ നബിയ്യീൻ മുഹമ്മദിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഡിബേറ്റ് ഗ്രൂപ്പിലെ സ്നേഹ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇദ്ദേഹം കൊണ്ടുവന്നൊരു ഹദീസാണ്. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി ലയുഹില്ലന്ന ഇബ്നു മറിയമ ബിഫജ്ജിർ റൗഹാഇ ഹാജൻ ഔ മുഅ്തമിറൻ ഔ ലിയസ്നിയന്നഹുമാ. സഹീഹ് മുസ്ലിമിന്റെ റിവായത്താണ്. ഈ റിവായത്ത് തന്നെയാണോ അല്ലെങ്കിൽ ഈ അർത്ഥം വരുന്ന മറ്റൊരു റിവായത്തായിരിക്കും അദ്ദേഹം കൊണ്ടുവന്നത്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇതിൽ പറയുന്നത് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അല്ലാഹുവാണ് സത്യം, ഇബ്നു മറിയം ഫജ്ർ റൗഹായിൽ വെച്ചിട്ട് ഹജ്ജിനോ ഉംറക്കോ അല്ലെങ്കിൽ രണ്ടിനോ വേണ്ടിയുള്ള ഇഹ്റാം കിട്ടുന്നതായിരിക്കും എന്ന്. അപ്പം ഇത് വെച്ച് അദ്ദേഹം സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഈസ ഇബ്നു മറിയം തന്നെ വരും. അപ്പോൾ അദ്ദേഹം ഫജ്ർ റൗഹായിൽ വെച്ച് ഹജ്ജിനും ഉംറക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും വന്നിരിക്കണമെന്ന്. ആയിക്കോട്ടെ, ഇവിടെ ഈ ഹദീസ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ, ഇതിൽ ഹദീസിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആവുകയാണെങ്കിൽ തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്പർ 1, വരാനിരിക്കുന്ന ഈസ ഇബ്നു മറിയം ഈ ഉമ്മത്തിലുള്ള ആളായിരിക്കും. ഖുറാനെയും സുന്നത്തിനെയും പിൻപറ്റുന്ന ആളായിരിക്കും. അപ്പോൾ ഖുറാനിൽ ഇസ്ലാമിക ശരീഅത്തിൽ പറയപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്ന ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരിക്കും. നിസ്കരിക്കണം, നോമ്പ് നോക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം. പക്ഷെ വ്യവസ്ഥ ഉണ്ട്, മനിസ്തത്താ ഇലൈഹി സബീല, അത് ഹജ്ജ് ചെയ്യാൻ പറ്റുമെങ്കിൽ. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം മക്കയിലുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടുന്ന് മദീനയിൽ വന്നിട്ട് ഒരിക്കലാണ് ഹജ്ജ് ചെയ്യാൻ പോയിട്ടുള്ളത്. അപ്പോൾ മനിസ്തത്താ ഇലൈഹി സബീല, അതിന് പറ്റുന്ന അതിനെല്ലാ പിന്നെ പോകാനുള്ള വഴികളും മാർഗങ്ങളും എല്ലാം കൃത്യമായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഹജ്ജും ഫർദാണ്. ഇതാണ് ഈ ഉമ്മത്തിലുള്ള ഒരാൾക്ക് അള്ളാഹു ഫർദാക്കിയിരിക്കുന്നത്. അപ്പോൾ ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതിരിക്കുന്ന തെറ്റാണ്. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് ഇല്ലാതെ നിർബന്ധിച്ചിട്ട് അള്ളാഹ് അതിനൊരു സബീൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിനൊരു സബീലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നതും തെറ്റ് തന്നെയാണ് ഇസ്ലാമിക ശരീഅത്തിൽ. അതാദ്യം മനസ്സിലാക്കുക. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. ഈ ഉമ്മത്തിൽ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ഹജ്ജ് ചെയ്യാൻ കുറേ മീഖാത്തുകളുണ്ട്. അൽ മവാഖീതു മക്കാനിയ, ഇഹ്റാം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ദുൽഹുലൈഫ, ഖർനുൽ മനാസിൽ, ജുഹ്ഫ, യലംലം, മക്ക മുക്കറമ, ഇങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. ഇതല്ലാതെ ഇവിടെ ഓരോ വ്യക്തിക്കും ഓരോരോ സ്ഥലങ്ങളല്ല ഇസ്ലാമി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേക സ്ഥലങ്ങളുണ്ട്, അവിടെ വെച്ചിട്ടായിരിക്കും. പക്ഷെ ആ മീഖാത്തിൽ എവിടെയും നമുക്ക് ഫജ്റുർ റൗഹ എന്നൊരു മീഖാത്ത് നമുക്ക് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈ ഉമ്മത്തുള്ളവർക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു സ്ഥലം പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ഈസ ഇബ്നു മറിയം വന്ന് ഹജ്ജ് ചെയ്യുന്ന ഫജ്ർ റൗഹായിലാണെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ദുനിയാവിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഹജ്ജ് അല്ല ഹജ്ജ് എന്ന് തന്നെ മനസ്സിലാക്കണം, ഹദീസ് സ്വീകരിക്കുകയാണെങ്കിൽ. അത് തന്നെയാണ് വാസ്തവം. കാരണം ഹദീസിന്റെ പല ഗ്രന്ഥങ്ങളിലും മുൻ പ്രവാചകന്മാർ ചില ആത്മീയ ലോകത്ത് അവർ ചെയ്ത ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ അവർക്കുള്ള മീഖാത്ത് ഫജ്ർ റൗഹയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് തെളിവിനായി ഞാൻ ഇവിടെ ഷെയ്ഖുൽ കുലൈനിയുടെ അൽ കാഫി എന്ന ഗ്രന്ഥം ഇവിടെ പോസ്റ്റ് ചെയ്യാണ്. അതിൽ പറഞ്ഞ ചില റിവായത്തുകളും ഇവിടെ ഉണ്ട്. അതല്ലാതെ അതിനെ അനുകൂലിക്കുന്ന മറ്റു റിവായത്തുകൾ വേറെയുമുണ്ട്. അപ്പം ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് നോക്കുക. ഞാൻ ഇവിടെ ആദ്യം വായിച്ചിട്ട് ഇതിൽ പറഞ്ഞ റിവായത്ത് വായിച്ചിട്ട് അർത്ഥം പറയാം. ഇവിടെ പറയുന്നു, അൻ അബി അബ്ദുല്ലാഹ് അലൈഹിസ്സലാം قال مر موسى النبي عليه السلام بصفاح الروحاء على جمل أحمر ختامه من ليف عليه عباءتان قطوانيتان وهو يقول لبيك يا كريم لبيك. قال ومر يونس بن متى بصفاح الروحاء وهو يقول لبيك كشاف الكرب العظام لبيك. قال ومر عيسى بن مريم عليه السلام بصفاح الروحاء وهو يقول لبيك عبدك وابن أمتك لبيك. ومر محمد صلى الله عليه وسلم بصفاح الروحاء وهو يقول لبيك ذا المعارج لبيك. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ യൂനുസ് നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, അതുപോലെ തന്നെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരൊക്കെ ഈ പറഞ്ഞ സഫാഹിർ റൗഹ അല്ലെങ്കിൽ ഫജ്ർ റൗഹയിൽ നിന്ന് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞു എന്നാണ് ഇതിൽ പറയുന്നത്.
അപ്പൊ ഇവരൊക്കെ ചെയ്ത ഹജ്ജ് ഏതാണ്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വാസ്തവത്തിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഹജ്ജ് റൗഹാവെന്നായിരുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ഓരോ നബിമാരും ആത്മീയപരമായി അവർ ചെയ്യുന്ന ഹജ്ജുണ്ട്. അത് മരിച്ചുപോയ പഴയ നബിമാർ, അതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ദർശനത്തിന് അടിസ്ഥാനത്തിൽ അള്ളാഹു വ്യക്തമാക്കി കൊടുത്ത കാര്യങ്ങൾ. അതാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. അത് തന്നെയാണ് റസൂൽ തിരുമേനി പറഞ്ഞതായിട്ട് സഹാബാക്കളേറ്റ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ചർച്ച ഉണ്ടായിരിക്കും. ഷെയ്ഖുൽ കുലൈന്റെ അൽ കാഫി എന്ന ഗ്രന്ഥമാണ്, അഹ്ലുബൈത്തിന്റെ റിവായത്താണ്. അഹ്ലുബൈത്തിന്റെ റിവായത്ത് മർഫൂവിന്റെ സ്ഥാനം ഉണ്ടെന്ന് ഇവിടെയുള്ള പല പണ്ഡിതന്മാരും ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ചർച്ചയാണ്. ചുരുക്കത്തിൽ എന്തോ ആവട്ടെ, ഇവിടെ യൂനുസ് നബിയുടെ ഹജ്ജിനെ പറ്റിയും പറഞ്ഞിട്ട്, മൂസാ നബിയുടെ ഹജ്ജിനെ പറ്റിയും പറഞ്ഞിട്ട്, ഈസാ ഇബ്നു മറിയം അലൈഹി ഇസ്ലാമിന്റെ ഹജ്ജിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റസൂൽ തിരുമേനിയുടെ ഒരു ഹജ്ജിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹജ്ജൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവരൊക്കെ തന്നെ റസൂൽ തിരുമേനിയുടെ ഉമ്മത്തിനെ പിൻപറ്റിക്കൊണ്ട് ആത്മീയപരമായ രീതിയിൽ ആ അള്ളാഹുവിൻ്റെ തൗഹീദിനെ വഹദത്തിനെ സ്ഥാപിക്കാനായിട്ട് മക്കൾക്ക് ചുറ്റും ഹജ്ജ് ചെയ്യുന്ന രംഗമാണ് പറയുന്നത്. അത് ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം എന്ന നിലക്ക് ചെയ്യുന്നവരല്ല, മറിച്ച് മുൻ പ്രവാചകന്മാരുടെ ആത്മീയ ലോകത്ത് അള്ളാഹു ദർശന രൂപത്തിലൊക്കെ കാണിച്ചു കൊടുക്കുന്ന രംഗങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഇനി വരാനിരിക്കുന്ന ഈസാ ഇബ്നു മറിയം അദ്ദേഹം വരുമ്പോൾ അദ്ദേഹവും അവിടെ വെച്ചിട്ട് ദോഹയിൽ വെച്ച് ഹജ്ജ് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇവിടെ വെച്ചിട്ട് ഈ ഉമ്മത്തിൽ വെച്ചിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന, മുസ്ലിങ്ങൾ ചെയ്യുന്ന പോലെ ഹജ്ജ് ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു പക്ഷേ കഴിയില്ല. കാരണം മനിസ്തത്താ ഇലൈഹി സബീല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഹജ്ജ് മറ്റു മുൻ പ്രവാചകന്മാരും മരിച്ചുപോയ പ്രവാചകന്മാരൊക്കെ ചെയ്യുന്ന ഈ ഹജ്ജ്, ആ ഹജ്ജ് അദ്ദേഹവും ചെയ്യും, അത്രേ പറയുന്നുള്ളൂ. അതിലെന്താണ് കുഴപ്പം?